എല്ലാവർക്കും നമസ്കാരം. സമാധാനമത വാർത്തയുടെ 38ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ജർമ്മനിയിൽ സമാധാനമതം കുത്തിവീഴ്ത്തിയ ഒരു സംഗതി. അതുകൂടാതെ തുർക്കിയിൽ നമ്മൾ എർദുഗാൻ, മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയും അതോടൊപ്പം അവരുടെ ഫാനോളികളായിട്ട് നടക്കുന്ന ആളുകളുടെയൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നഭൂമിയായിട്ട് നിലനിൽക്കുന്ന, അവരുടെ ഖലീഫയായിട്ട് പോലെ അവർ കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ എർദുഗാൻ എന്ന് പറയുന്ന തുർക്കിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ അതൊക്കെ വലിയ തോതിൽ വാഴ്ത്തപ്പെടുന്ന ഒരു സംഗതി കൂടിയാണ്, ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ മൂപ്പര് ഒരു ബാബരി മസ്ജിദ് അവിടെ ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിലൂടെയൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചില ഇരട്ടത്താപ്പുകളുമാണ് നമുക്കിവിടെ പങ്കുവെക്കാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമോ എന്ന് പേടിച്ചിട്ട് ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളോ ഇതിലിരട്ടത്താപ്പുകളോ ഒന്നും തന്നെ പുറത്ത് വരാത്ത ഒരു സംഗതി ആയതുകൊണ്ട് നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ, മറ്റ് ഇതിനോട് ചേർത്ത് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, അതെല്ലാം ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇടാം. ഈ ഒരു വിഷയം അത് അവിടെ നിർത്താതെ അതിൻ്റെ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഇടപെടൽ അതിനകത്ത് വലിയ സഹായകമായിരിക്കും എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് സപ്പോർട്ട് തരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടെത്താം. നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഇങ്ങനെ ഒരു സംഗതി. ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. പ്ലേ ചെയ്ത നമ്മുടെ ചാനലിന് പ്രശ്നമായതുകൊണ്ട് പലപ്പോഴും പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും ചോദിച്ചു വാങ്ങുന്നില്ല എന്നതുകൊണ്ട് ഞാനത് പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഒരു ചങ്ങാതി ഓടി നടന്ന് കത്തിയെടുത്ത് നാട്ടുകാരെ മുഴുവൻ കുത്തി വീഴ്ത്തുന്നു. അപ്പോൾ ഈ കുത്തി വീഴ്ത്തുന്ന ഈ സ്റ്റാബിങ് എന്ന് പറയുന്നൊരു വിഷയം നമ്മളൊരു ഈ കഴിഞ്ഞൊരു 1.5-2 മാസത്തിൻ്റെ ഇടയിലായിട്ട് എത്ര തവണ നിങ്ങളത് കേട്ടു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. സിഡ്നിയിൽ, ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ 2-3 തവണയോളം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. അതുകൂടാതെ മറ്റ് പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഇത് ഇവിടെ കാണുന്നു. ഇത് ജർമ്മനിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവം അവിടെ നടന്നുകൊണ്ടിരുന്ന നമുക്കറിയാലോ, ഈ ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അവരേറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതുപോലെ കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യുക, പറയാനുള്ളത് ഓപ്പണായിട്ട് നിന്ന് പറയുക എന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറഞ്ഞിട്ട് UK-ൽ, ബ്രിട്ടനിൽ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അവിടെ ഹത്തൂൺ ടാഷ് എന്നൊക്കെ പറയുന്ന ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ, അവരിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് അവിടെ വന്ന് ചെയ്യുകയും ഇതുപോലെ പറയാനുള്ളത് പറയുകയും, അങ്ങനെ ഒരിക്കലും അവരവിടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏതാണ്ട് 10, 25, 30 വിവിധ തരത്തിലുള്ള ഖുർആനുകൾ, അതിനകത്ത് ഓരോ വാക്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ അക്ഷരങ്ങളിലടക്കം വ്യത്യാസം, അർത്ഥത്തിലടക്കം വ്യത്യാസമുള്ള സംഗതികളെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ വരികയും അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ വന്നപ്പോൾ കുരു പൊട്ടിയ ഒരു കാക്കാൻ അവിടെ അവർക്ക് നേരെ കത്തിപ്രയോഗം നടത്തി ഇതേപോലെ അവർ കുത്തിമലർത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനുശേഷം അവർ തലനാരിഴയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയും അതിനുശേഷം ഇപ്പോൾ വളരെയധികം ഊർജിതമായിട്ട് അവർ ആ പണിയായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ചുമ്മാ ഇരുന്ന ആളുകളാണ് ഇപ്പോൾ അവർക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുത്തു. കാക്കന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ചോദിച്ചു വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അതവിടെ നടക്കുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ കത്തിക്കുത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് ജർമ്മനിയിൽ നിന്നാണ്. അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വാർത്തയും കൂടിയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മളുടെ ISISന്റെ 10ാമത്തെ വാർഷികം, അവരും വാർഷികമൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ. ബർത്ത്ഡേ എന്ന് അവർ വിളിക്കാറില്ല എന്നുണ്ടെങ്കിൽ ഹറാമാണല്ലോ. എന്തായാലും വാർഷികം അവർ ആഘോഷിക്കുന്ന വേളയിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളുടെ ജിഹാദിൻ്റെ രൂപവും കോലവും ഒക്കെ ഒന്ന് നമ്മളൊന്ന് മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരേക്കും അടുത്ത ബെല്ലോടുകൂടി നമ്മൾ ലോൺ വോൾഫ് അറ്റാക്സ് ആയിരിക്കും ഇനി നമ്മൾ നടത്താൻ പോകുന്നത് എന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് ആഗോളതലത്തിൽ ആഹ്വാനം നടത്തുകയും ക്രിസ്ത്യൻസിനെതിരെ പ്രത്യേകിച്ചും അതുപോലെ മതവിമർശകരായിട്ടുള്ള ആളുകൾക്കെതിരെയും പാശ്ചാത്യ നാടുകളിൽ പ്രത്യേകിച്ചും അങ്ങനെയുള്ള ലോൺ വോൾഫ് അറ്റാക്സ് അത് കഴിയുന്നത്ര നടത്തണം എന്ന് പറഞ്ഞിട്ടൊരു ആഹ്വാനം നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം ഓരോ നാടുകളിൽ നിന്നും നമുക്ക് ഇതുപോലെയുള്ള വാർത്തകൾ കാണാനിട വരികയാണ്. ഇപ്പോൾ ജർമ്മനിയിൽ ഇതുപോലെ മാൻഹെയിം എന്ന് പറയുന്ന സ്ഥലം, അതിൻ്റെ ഉച്ചാരണം ശരിയാണോ എന്ന് ജർമ്മനിയിലുള്ള ആളുകൾ പറയും. എന്തായാലും എനിക്ക്
മനസ്സിലായത് അങ്ങനെയാണ്. അവിടെ ജർമ്മനിയിലെ ഒരു അങ്ങാടിയിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇതുപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പ് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ അഭയാർത്ഥി പ്രശ്നവും അതോടൊപ്പം അവരിലൂടെ അവരുടെ നാട്ടിലേക്ക് കടന്നു വന്ന ഇമ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വളരെ കുഴപ്പം പിടിച്ച ഒരു ആശയം എന്ന് പറയുന്ന നമ്മൾ ഇസ്ലാമം എന്ന് പറയുന്ന സാധനം, അത് അവരുടെ നാട്ടിലെ ആ ഒരു കാഴ്ചപ്പാടുകളെ, അവരുടെ മൾട്ടി കൾച്ചറലിസത്തെ അതിനെ അപ്പാടെ തകർക്കുന്നു. അതോടൊപ്പം തന്നെ അവർ കൊണ്ടു നടന്നിരുന്ന വാല്യൂസിനെ അണ്ടർമൈൻ ചെയ്യുക, അതിനെ ഇറോഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്നത് ഇന്ന് അവിടുത്തെ ഫാർ റൈറ്റ് ആക്ടിവിസ്റ്റുകളാണ്. യൂറോപ്പിൽ എമ്പാടും നമ്മൾ അതവിടെ അരങ്ങേറുന്നു. അതിൽ ഓരോ രാജ്യവും ഓരോന്നോരോന്നായിട്ട് വലതുപക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട 2-3 രാജ്യങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ജർമ്മനി. കാരണം ജർമ്മനിയിൽ നമുക്കറിയാം നാറ്റ്സികൾ വാണിരുന്ന ഒരു സ്ഥലമാണ്. ഇന്നിപ്പോൾ അവിടെ ആ പ്രോ നാറ്റ്സികൾ എന്ന് വിളിക്കാവുന്ന തരത്തിൽ അവരുടെ പിൻതലമുറക്കാരായിട്ടുള്ള ആളുകൾ, ഫാർ റൈറ്റ് എക്സ്ട്രീമിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കാവുന്ന ആളുകൾ, അവർ ഇന്ന് കൂടുതൽ പ്രോ നാറ്റ്സി ആശയങ്ങൾ പോലും മുന്നോട്ട് വെക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നു. അതായത് ഫോറിൻ ആയിട്ടുള്ള ആളുകളെല്ലാം നാട് വിട്ടോളണം എന്ന് പച്ചയ്ക്ക് പറയുന്ന ലെവലിലേക്ക് ഇന്ന് ജർമ്മനി എത്തിയിരിക്കുന്നു. പല അങ്ങാടികളിലും അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതേ ജർമ്മനിയിൽ തന്നെ ഇതുപോലെയുള്ള സംഗതികൾ വരാനുള്ള തുടക്കം എവിടെ എന്ന് ചോദിച്ചാൽ, ഏതാനും നാളുകൾക്ക് മുന്നേ നമ്മൾ പറഞ്ഞു, അതായത് ശരിയ നിയമം ജർമ്മനിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് കാക്കാമാർ ഇറങ്ങി ഇതുപോലെ പ്രക്ഷോഭമൊക്കെ ആയിട്ട് നടന്നത്. അവിടെയുള്ള നാട്ടുകാർ, അവിടുത്തെ ജർമ്മനിയിലെ ജർമ്മൻ സംസാരിക്കുന്ന ജർമ്മൻ സംഘികൾ അത് നോക്കിയിരിക്കില്ല. അവരതിനെതിരെ പ്രതികരിച്ചിരിക്കും. അവർ പ്രതികരിക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം നമ്മുടെ നാട്ടിലും എല്ലാം കാണുന്ന രീതിയിൽ തന്നെ അതിനെതിരെയുള്ള ശബ്ദമായിട്ട് അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനമായിട്ട് തന്നെയാണ് അവിടെ വന്നത്. നമ്മൾ ഇത് ആലോചിക്കേണ്ടത്, സെപ്റ്റംബർ 11 അതിനുശേഷം വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കിന് ശേഷം ലോകം ഒരു രീതിയിൽ ഇസ്ലാമിനെ സംശയത്തോടു കൂടി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇസ്ലാമാണ് പ്രശ്നം എന്ന് അവർ പറയാറുണ്ടായിരുന്നില്ല. ചില മുസ്ലിങ്ങളാണ് പ്രശ്നം, ഇത് വളച്ചൊടിച്ച ആളുകളാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇത്ര നാളും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഇന്നിപ്പോൾ ഒന്ന് ഗിയർ മാറ്റിയിട്ട് ഒന്നും കൂടിയും ആ ഫസ്റ്റ് ഗിയറിലേക്ക് ഒന്ന് ആഞ്ഞു വലിക്കാനുള്ള അവസ്ഥയിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നു. ഇന്നിപ്പോൾ അവർ പറയുന്നത് ഇസ്ലാം തന്നെയാണ് പ്രശ്നം, ഇസ്ലാം ഈസ് വയലൻസ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമ്മളെ സമൂഹത്തിന് ദോഷമാണ് എന്ന രീതിയിലേക്ക് പറയുന്നു. നമ്മൾ പറയാറുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതായത് എങ്ങനെയാണോ ഈ റാബീസ് എന്ന് പറയുന്നത് നമ്മളുടെ പട്ടികൾക്ക് എങ്ങനെയാണോ അവർക്കൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്, അവരുടെ ആ ഒരു വംശത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറുന്നത്, അതേപോലെ മനുഷ്യർക്ക് അതിനേക്കാൾ കുഴപ്പം പിടിച്ചൊരു സാധനമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ ഇന്ന് അവിടെ ഉള്ള ഓരോ നാട്ടിലെയും ഈ ഫാർ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ ഇസ്ലാമിനെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നിവിടത്താണ് ഇന്ന് നിലവിൽ അവിടെയുള്ള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ആൻറ്റി ഇസ്ലാം ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ്, അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ, ചർച്ചകൾ അത് തന്നെയാണ്. നമ്മളൊരു സുഹൃത്ത് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുന്നേ നമ്മളുടെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള യൂനുസ് എന്ന് പറയുന്നൊരു ഇറാനിയൻ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം UK ഇപ്പോൾ ജീവിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് നമ്മൾ കാണുകയാണ്. അദ്ദേഹം അവിടെ MP അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നു ആസ് എൻ എക്സ് മുസ്ലിം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം വോക്കുകളും ഈ കാക്കാമാരും കൂടി അവിടുത്തെ രാഷ്ട്രീയം കുട്ടിച്ചോറാക്കിയ ഒരു അവസരത്തിൽ അത് തിരിച്ചറിഞ്ഞ വ്യക്തികളെന്നുള്ള രീതിയിൽ ആ ഓരോ വ്യക്തിയുടെയും ഒരു ബാധ്യത, ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇതുപോലെയുള്ള സംഗതികളിൽ കയറി ചെന്നുകൊണ്ട് സ്വയം അതിൻ്റെ രക്ഷകരായിട്ട് മാറുക എന്നുള്ളത്. അത് അദ്ദേഹം ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലും അധികം വൈകാതെ ഇതൊക്കെ സംസാരിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിൻ്റെ നമ്മൾ ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ട് തന്നെ ഇതിനെ തടയിടുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതായിട്ട് വരും. കാരണം ഇന്ന് ഇതിന് വളം വെക്കുന്നത്, ഇതിന് കൂച്ചുവിലങ്ങ് ഇടേണ്ട ആളുകൾ ഉറക്കം നടിക്കുകയോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് തന്നെയാണ് ഈ ലോകത്ത് എല്ലായിടത്തും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേപ്പർ ടീ വിഷബാധ, ഇസ്ലാം എന്ന് പറയുന്ന പേപ്പർ ടീ വിഷബാധ, അത് ഇന്ന് നാടുകളെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ജർമ്മനിയിൽ നടന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം കത്തിയുമായിട്ട് ആൾ പാഞ്ഞെടുക്കുന്നതും അദ്ദേഹത്തെ കുത്തി മലർത്തുന്നതും കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെയും കുത്തി വീഴ്ത്തുന്നു. അതോടൊപ്പം രക്ഷിക്കാൻ വന്ന പോലീസുകാരനെയും കുത്തി വീഴ്ത്തുന്നു. അദ്ദേഹം എല്ലാവരും അവിടെ പരിക്കേറ്റ് കിടക്കുന്നത്. എന്തായാലും ആരും മരിച്ചിട്ടില്ല. കുത്തിയ ആളെയും അവിടെ പിടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതാണ് നമ്മൾക്ക് ഇവിടെ എടുത്തു പറയേണ്ട ആ ഫാർ റൈറ്റ് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ആളിതാണ്. മൈക്കൽ സ്റ്റെർസൻബർഗർ എന്നാണ് ആളുടെ പേര്, ജർമ്മനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
തീ പാറുന്ന ജർമ്മൻ പ്രസംഗങ്ങളാണ്. നമുക്കിവിടെ പ്ലേ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ നെതർലാൻഡ്സിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണോ ഹീത്ത് വൈൽഡേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പാലുഡാനെക്കുറിച്ച് നമ്മൾ സ്വീഡനിലെ ആളെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രാൻസിൽ മാക്രോൺ ഫാർ റൈറ്റ് ഒന്നുമില്ല, എന്നാലും ഇതുപോലെയുള്ള ഇസ്ലാമിനെ എതിരെ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, മാക്രോണെ കുറിച്ച് പറയുന്ന പോലെ. ഇനി നമ്മൾ കൂടുതൽ കേൾക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം, മൈക്കൽ സ്റ്റെർസൻബർഗർ എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സംഭവത്തിനൊടുവിൽ നമ്മുടെ ഹീത്ത് വൈൽഡേഴ്സ് അപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: മുസ്ലിം ടെററിസ്റ്റ് ഇൻ മാൻഹൈം, ബട്ട് ദേ ആർ എവ്രിവെയർ, ഓൾ ഓവർ യൂറോപ്പ്. ഐ എം കംപ്ലീറ്റ്ലി ഡൺ വിത്ത് ഇറ്റ്. Enough is enough. I have been warning about it for 20 years. Help us to fight that terror and stem PVV on June 6th എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജൂൺ 6-ാം തീയതി അവിടെ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് അതിൽ മിക്കവാറും ഇദ്ദേഹം പ്രധാനമന്ത്രി ആവാൻ സാധ്യതയില്ല, പക്ഷേ ഒരു മന്ത്രിസഭയിൽ ഒരു അംഗമാകാനുള്ള എല്ലാ വഴിയുമാണ് തുറന്നു നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹവും അത് ഏറ്റെടുത്തിരിക്കുന്നു. ഇദ്ദേഹം മാത്രമല്ല, ആ തരത്തിൽ ഫാർ റൈറ്റ് ആക്ടിവിസം കൊണ്ടു നടക്കുന്ന ഓരോ വ്യക്തികളും, അത് ജർമ്മനിയിൽ മാത്രമല്ല, നെതർലാൻഡ്സിലെ മാത്രമല്ല, ഇറ്റലിയിലെ, അതുപോലെ മറ്റ് ഓരോ സ്ഥലങ്ങളിലെയും നമുക്ക് ഇതുപോലെ ആളുകൾ മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലോകം മുന്നോട്ട് പോകുമ്പോൾ ഇനി നമ്മൾ കാണാനിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഗതികൾ തന്നെയാണ് എന്നതാണ്. അതിൽ ഈ ഒരു അറ്റാക്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി, കുത്തിയ ആളെയും കൂടി അറിയണമല്ലോ, അതൊരു അഫ്ഗാനിയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അഫ്ഗാനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകളെ, 1.7 മില്യൺ അഫ്ഗാനികളെയാണ് പാകിസ്ഥാൻ തിരിച്ച് അഫ്ഗാനിലേക്ക് നാട് കടത്തിയത്, അല്ലെങ്കിൽ അവരെ തിരിച്ച് അഭയാർത്ഥികളായിട്ട് പാകിസ്ഥാനിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളെ തിരിച്ച് പറഞ്ഞയച്ചത്. എന്താ കാരണം? അങ്ങനെ ഈ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ട് ആ യുദ്ധത്താൽ വലയുന്ന ഒരു രാജ്യത്ത് നിന്ന്, അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാൻ തന്നെ ഈ ഒരു ഇലനക്കി പട്ടിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത്രയും പട്ടിണിയാണ്. ആ പട്ടിയുടെ ചെറി നക്കി തിന്നാൻ വേണ്ടി വന്ന അഫ്ഗാനികളായിട്ടുള്ള ആളുകൾ, അവർ പാകിസ്ഥാനിൽ വന്നിട്ട് ഒരു വർഷത്തെ കണക്ക് മാത്രം എടുക്കുമ്പോൾ 24 ടെററിസ്റ്റ് അറ്റാക്സ് ഉണ്ടായപ്പോൾ അതിനകത്ത് 14 എണ്ണത്തിൽ അഫ്ഗാനികളാണ് എന്ന് വരികയും, ഇതൊക്കെ പാകിസ്ഥാന് വലിയ തലവേദനയാവുകയും, അങ്ങനെ മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാൻ തന്നെ ഇങ്ങനെ അവരുടെ നാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന 4 മില്യണോളം വരുന്ന അത്തരം അഭയാർത്ഥികളിൽ നിന്നും ഏതാണ്ട് 1.7 മില്യൺ ആളുകളെ, 2 മില്യൺ ആളുകളെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, തിരിച്ച് അഫ്ഗാനിലേക്ക് പൊക്കോളം പറയുകയും അവരുടെ വീടൊക്കെ JCB വെച്ച് ഇടിച്ചു നിരത്തി ആണ് പറഞ്ഞയക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടത്. കാരണം ഇതാണ്, ഇവരെ പോലെയുള്ള ആളുകൾ അവർക്ക് അഭയം കൊടുക്കുന്ന സ്ഥലങ്ങൾ അവിടെ കയറി ചെന്നുകൊണ്ട് ചെയ്തു വെക്കുന്നത് മതം പ്രചരിപ്പിക്കുക എന്ന രീതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ള എതിർ ശബ്ദങ്ങൾ അവിടെ വരുന്ന സമയത്ത് അതിനോട് അവർക്ക് സഹിഷ്ണുത കാണിക്കാൻ സാധിക്കാതെ വരികയും കത്തിക്കുത്ത് പ്രയോഗം നടത്തുകയും ചെയ്യുമ്പോൾ പിന്നെ സംഭവിക്കാൻ പോകുന്നത് സമാധാനപ്രിയരായിട്ടുള്ള സാധാരണ മുസ്ലിമിന് പോലും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ ഉണ്ടാകും. ഈ കാരണം കൊണ്ടാണ് ഞാനൊക്കെ പേര് മാറ്റാൻ പോലും ആഗ്രഹിച്ച് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതല്ലാതെ ഇസ്ലാമിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തുപോയി എന്നുള്ളതിൻ്റെ പേരിലോ അതിൻ്റെ പേരിലൊന്നും എനിക്ക് പേര് മാറ്റണം എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം, മുസ്ലിങ്ങൾ കുടിച്ച വെള്ളത്തിൽ അവർ വിശ്വസിക്കാൻ കൊള്ളില്ല, ഏതൊരു മുസ്ലിം ഒരു ടെററിസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു തോന്നലുണ്ടാക്കുന്ന മാതിരി എന്നും ഈ മീശമാധവൻ്റെ റോളിലേക്ക് ചേക്കിൽ എന്നും കളവ് നടത്തുന്ന ആളായിട്ട് ഈ മുസ്ലിങ്ങൾ മാറുമ്പോൾ മുസ്ലിം പേര് വെച്ച് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറുന്നു എന്ന് വരുന്നിടത്താണ് ഞാനൊക്കെ പേര് മാറ്റണമെന്ന ഒരു കാര്യത്തെക്കുറിച്ച് പോലും ആലോചിച്ച് പോകുന്നത്. സാധാരണ നമ്മളിപ്പോൾ ആലോചിച്ച് പോകുന്നൊരു കാര്യമാണ്, ഡോക്യുമെൻ്റിലെങ്കിലും അത് മാറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് അധികം വൈകാതെ ഉണ്ടാവും എന്നൊന്ന് പറയുകയാണ്. ഇനി ഇതിലെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ നാട്ടിലിരുന്നിട്ട് കാക്കാമാർ പറയും, ഇതൊക്കെ ഏതോ കാക്കാൻ ചെയ്തതിന് നമ്മളെന്ത് പഠിച്ചു എന്നൊക്കെയാണ് പറയുകയെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ധരിക്കുന്നുണ്ടാവുക. പക്ഷെ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഈ സംഗതി പോലും ഇത് ചെയ്ത ആളെയും പുകഴ്ത്താനും അവരെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അവർ ചെയ്തതൊരു മഹത്തായ കർമ്മമാണ് എന്ന് പറഞ്ഞു വെക്കാനുമാണ് ഇവിടുത്തെ സഹ മുസ്ലിങ്ങൾ കൂടി വരുന്നത് എന്ന് വരുന്നിടത്താണ് ഇത്തരം കാക്കാമാർക്ക് ഇതിൽ ആരാണ് തീവ്രവാദി അല്ലാത്തത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അവിടെ ഉണ്ടാകുന്നത്. ഇത് ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വാർത്ത വരികയും അതിൻ്റെ സംഗതികളൊക്കെ ചർച്ചയാവുകയും ചെയ്തപ്പോൾ അതിനോട് പ്രതികരിക്കുന്ന മറ്റൊരു മുസ്ലിമിൻ്റെ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അവിടെ എഴുതിയത് നിങ്ങളൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. കാരണം പുള്ളി ജർമ്മനിലാണ് പറയുന്നത്, അപ്പോൾ അതിൻ്റെ സബ്ടൈറ്റിലാണ് അവിടെ എഴുതി കാണിക്കുന്നത്. ഓക്കെ. Leute, endlich gute Nachricht. Dieser Stürzenberger wurde abgestochen. Inshallah bekommt
Der Junge, der ihn abgestochen hat, die höchste Stufe im Paradies. Ich schwöre bei Allah, ich schick dir Geld, mein Freund. Ich schick dir Geld, ich schick dir Essen, ich schick dir alles. Inshallah passiert das mit Ex-Muslim und mit Amir Arapur. Ne? Und in dieser Elia Nathan, die soll auch abgestochen werden. Inshallah, jeder Islamkritiker, Digga, jeder, der Islam kritisiert, Messer, Digga, und dieser Türke auch, dieser Türke mit seiner Mütze, mit seiner scheiß Atatürk. Warte ab, du wirst auch noch sehen, du scheiß Dreckstürke. Jeder der Islamhasser wird kassieren mit Messer, Digga. Ich schwör bei Allah, der ist mein Vorbild, dieser Junge ist mein Vorbild, guck mal, er sticht sogar den Polizei in seinen Hals. ആഹാ, എത്ര സമാധാനപരമായ ഒരു പ്രതികരണമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പുള്ളിയുടെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിൽ പറഞ്ഞു കണ്ടു, എക്സ് മുസ്ലിംസും ഇതാണ് ഫെയ്റ്റ്, അവരുടെ ഫെയ്റ്റ് ഇതാണ് വരാൻ പോകുന്നത്, അവരെയും കുത്തിമലർത്തണമെന്നും കൂടിയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹംസ സോഴ്സസ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഇവിടെ കോട്ട് ചെയ്യാറുള്ള ഒരാളുണ്ട്, ഇസ്ലാമിൽ ഈ സയൻറ്റിഫിക് മിറക്കിൾസ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിഞ്ഞൊരു വ്യക്തി, നമ്മളുടെ എംബ്രിയോളജി ഒന്നും ഇപ്പോൾ പറയാൻ പാടില്ല, അതൊക്കെ തട്ടിപ്പാണ്, അത് പറഞ്ഞാൽ ഇസ്ലാമിന് തന്നെയാണ് കുഴപ്പം എന്ന് പറഞ്ഞ് അതൊക്കെ പിന്തിരിഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അഡ്മിഷൻ നടത്തിയിരിക്കുകയാണ്. അതായത് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളെയും ഞാൻ ശരിവെക്കുന്നു, ഇൻക്ലൂഡിങ് കില്ലിങ് ദ അപ്പോസ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ആ റിദ്ദ പണിഷ്മെൻറ്റ്, അത് റിദ്ദത്തിനുള്ള പണിഷ്മെൻറ്റ്, ഈ കൊല്ലുക എന്ന് പറയുന്നത്, അതുപോലും ശരിവെക്കുന്നു, ഇൻക്ലൂഡിങ് ദാറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അവിടെയാണ് നമ്മളുടെ നാട്ടിലെ കാക്കാമാർ അറിയാൻ വേണ്ടി പറയുന്നത്, മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന നിയമം ഇസ്ലാമിലുള്ളതാണ്. നിങ്ങളത് മദ്രസയിൽ പഠിച്ചിട്ടില്ല എന്നതുകൊണ്ട് അത് നിയമം ഇസ്ലാമിലില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇന്ന് നിലവിൽ ലോക രാജ്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10-12ഓളം രാജ്യങ്ങളിൽ ഈ മതം വിട്ടവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമാണത്. അതിൽ തന്നെ 8-10ഓളം രാജ്യങ്ങൾ വധശിക്ഷ തന്നെയാണ് കൊടുക്കുന്നത് എന്നും വരുന്നിടത്താണ് നമ്മൾ ഈ മതത്തെ തന്നെ, ഇസ്ലാമിനെ മാത്രം ഇങ്ങനെ വിമർശിക്കേണ്ടതായിട്ട് വരുന്നതും പേ പിടിച്ച മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നത്. അതായത് നാട്ടിൽ ഒരുപാട് പട്ടികളുണ്ട്, ആ പട്ടികളിൽ പേ പട്ടി എന്ന് നമുക്ക് വിളിക്കാൻ ഒരു പട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം എന്ന പട്ടിയാണ് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇസ്ലാം ഒരു നമ്പർ 1 പേ പട്ടിയാണ് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ആ ടെറർ അവിടെ നടക്കുന്നു, അതിൻ്റെ ആക്രമണത്തെ അപലപിക്കുന്നു, അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ഒരു വശത്ത് ഇൻറ്റേർണലി മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഗ്രൂപ്പുകളിലും അതുപോലുള്ള സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വർത്തമാനമാണ് നടക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് ഒരു അത്ഭുതവും തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ സമയത്ത് ഞാനൊക്കെ ഉണ്ടായിരുന്ന മേഖലകളിൽ, നമ്മളുടെയൊക്കെ ക്ലോസ് സർക്കിളിൽ അന്നൊന്നും ഇതുപോലെ വാട്സപ്പും സാധനമൊന്നും ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും നമ്മളുടെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലും അതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന മേഖലയിലും ഇത് നന്നായി, അവർക്ക് ചെയ്തവർക്ക് അത് കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുകയും അതിനെ ഞാനും പറയുന്ന ഒരു അവസ്ഥയും, ജോസഫ് മാഷക്ക് അത് കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതെത്തിയത് ഇങ്ങനെയാണ്. കാരണം ഇതുപോലെയുള്ള തലതൊപ്പി വെച്ചും വെക്കാതെയും ഇതിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് തരുന്നത് ആ ചെയ്തത് ശരിയാണ് എന്നുള്ളൊരു ധ്വനി അത് നമുക്ക് വെച്ച് തരുന്നു. അത് തരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ പിന്നാലെ കൂടുന്ന ആളുകളായിട്ട് മാറുന്നു. ഒരിക്കൽ പോലും ഞാൻ ഈ മതം വിടുന്ന ആ ഒരു ഘട്ടം, അതിലേക്ക് ആ ചിന്ത വരുന്നത് വരയ്ക്ക് ഒരിക്കൽ പോലും ജോസഫ് മാഷിക്കെതിരെ അവർ ചെയ്തത് അത് ഇസ്ലാമിക നിയമം നടപ്പിലാക്കിയതാണ് എന്ന ഒരു ബോധ്യമോ അതോടൊപ്പം തന്നെ അത് ചെയ്തത് ശരിയല്ല എന്നുള്ളൊരു ചിന്തയോ ഒരിക്കൽ പോലും എനിക്ക് വന്നിരുന്നില്ല. അത് നടക്കേണ്ടതായിരുന്നു എന്നും അത് എവിടെ നിന്നാണ് ആ നിയമം എന്നൊന്നും നമുക്കറിയില്ലെങ്കിലും എന്തായാലും അത് കിട്ടേണ്ടത് കിട്ടി എന്നൊരു ലെവലിലാണ് നമ്മളത് കൊണ്ട് നടന്നിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സംഗതി അത് ഖുർആനിലെ നിയമം നടപ്പിലാക്കിയതാണ്, എഴുതി വച്ചിരിക്കുന്ന അതേ 5:33 തന്നെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇമാതിരി സാധനമൊക്കെയാണ് ഈ ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആനിലെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിക്കുകയും, നമ്മൾ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ കത്ത് ആദ്യം വായിച്ചത് നമ്മൾ കണ്ടു, സെൻഡി കത്ത്. അതിനുശേഷം പിന്നെ നമ്മൾ ആ കോമഡി കത്തായിട്ട് വായിക്കുന്ന പോലെ ഖുർആനൊന്ന് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഭയഭക്തിയോടുകൂടി ഖുർആൻ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സാധനം വായിക്കുമ്പോഴും ഉയർന്ന മുലകളുണ്ട് എന്നൊക്കെ വായിക്കുമ്പോൾ വാവ് അൽഫഹമ്മദില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കതിലൊന്നും തോന്നിയിരുന്നില്ല. കാരണം ഓക്കെ ഇതെന്തോ ഒരു വർണ്ണനയാണ്, ഇത് അവിടെയുള്ള സാധനത്തെക്കുറിച്ച് പറയുന്നതാണ്, ഇതിനകത്ത് എന്തിനാണ് ഒരു വൾഗാരിറ്റി എന്നൊക്കെ ആയിരുന്നു നമുക്ക് അന്ന് തോന്നിയിട്ടുള്ളൂ. പക്ഷേ പിന്നീട് നമ്മൾ വായിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ, ഇതിനകത്ത് ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, നോമ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, എത്ര വക്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, എത്ര റക്കാത്തുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ല, മര്യാദയ്ക്ക് സ്വത്ത് കൊടുക്കുന്നത് പോലെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ഹൂറികളുടെ മുല അത്
ഒടിഞ്ഞു തൂങ്ങിയതാണോ അതോ പൊങ്ങിയതാണോ എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കിതാബ് എന്ന് വരുന്നിടത്ത് അയ്യേ ഇതെന്താണ് ഈ സാധനം എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് അവിടെയാണ്. അപ്പോഴാണ് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൽ ആ രണ്ടാമത്തെ കത്ത് അവിടെ വായിക്കുന്ന പോലെ ഒരു എഫക്റ്റ് അവിടെ വരുന്നത്. അതോടുകൂടിയാണ് കയ്യിൽ നിന്ന് സാധനം പോകുന്നത്. അപ്പോൾ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വാസിയായിരിക്കെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ കൊണ്ടുവരാതെ നിങ്ങൾ ആ അടിമ മനോഭാവത്തോടു കൂടി ഈ കിതാബ് വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ കിതാബിൽ എഴുതിയതെല്ലാം ശരിയായിട്ടും ഭംഗിയുള്ളതായിട്ടും തന്നെ നിങ്ങൾക്ക് തോന്നുള്ളൂ. എന്നാൽ ഇതിൻ്റെ തെറ്റായ വശങ്ങളെ തിരിച്ചറിയാനും അത് സമൂഹത്തിലെ നിയമങ്ങളായിട്ടും രീതികളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊരു ക്രോസ് ചെക്കിങ് അതിന് വേണ്ടിയിട്ട് മുതിരുന്ന രീതിയിൽ നിങ്ങൾ ഈ കിതാബ് രണ്ടാമതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതേ അർത്ഥം, ഇതേ പരിഭാഷ, ഇതേ അറബിയിലുള്ളത് എന്തു തന്നെയായാലും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയാണ് ആകെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ വിശ്വാസികൾ അതിന് തയ്യാറാകാറില്ല. കാരണം എന്താണ്, അവരെ കൊണ്ട് പറഞ്ഞു വെപ്പിക്കുന്നത് ഇതെല്ലാം ഫിത്തനയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല, അത് ചെകുത്താൻ്റെ കളിയാണെന്ന് പറയുകയും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നൊരവസ്ഥയും കൂടിയാണ് അവിടെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ അതിലേക്കൊന്നും അടുക്കില്ല. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളിതെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇത് കണ്ടിട്ട് ഒരു ഞെട്ടലും വന്നിട്ടില്ല, ഇതിനകത്തൊരു പ്രശ്നവും ഉണ്ട് എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് തോന്നുമില്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതേ സംഗതികൾ ഇതേപോലെ തന്നെയായിരുന്നു ജോസഫ് മാഷുടെ കൈവെട്ട് നടന്നപ്പോഴും അന്നും ഞാൻ പറഞ്ഞതും മനസ്സിലാക്കിയതും ഉൾക്കൊണ്ട സംഗതിയും ഇത് തന്നെയായിരുന്നു. നന്നായി, കിട്ടേണ്ടതായിരുന്നു, അവന് കിട്ടി, എൻ്റെ കയ്യിലും കിട്ടിയെന്ന് ഞാൻ അവൻ്റെ കൈയും കാലും വെട്ടിയാനെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഇതുപോലെയുള്ള ആളുകളും ഇതേപോലെയുള്ള ആശയവുമാണ് എന്ന് പറയുന്നിടത്താണ് ഇത് എത്രമാത്രം ദുരന്തമാണ് ഈ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ മുസ്ലിമിൻ്റെ ജീവിതം പോലെ എങ്ങനെയാണ് ഇവിടുത്തെ ഈ തീവ്രവാദികൾ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അവർ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും അവരെപ്പോൾ വേണമെങ്കിലും തീവ്രവാദിയാകാം, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് അവർക്ക് ഒരു ദൃഢബോധ്യം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. നിങ്ങൾ മീശമാധവനെ പോലെയാണ് ചേക്കിൽ സ്ഥിരമായിട്ട് കളവ് നടത്തുന്ന ആളുകൾ തന്നെയാണ് മുസ്ലിങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് വഴിവെക്കുന്നത് ഇതുപോലുള്ള സംഭവങ്ങളും അത് ആവർത്തിക്കപ്പെടുന്നതുമാണ് എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള സംഭവങ്ങൾ സെപ്റ്റംബർ 11 ശേഷം ഇസ്ലാം ആണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിലും അവിടെ വലിയൊരു തിരിച്ചറിവുണ്ടായി. ഇതിനകത്ത് തീവ്രവാദം അതിന് വലിയ തോതിൽ ഒരു സ്ഥാനമുണ്ട് എന്നും അതിന് പല ആളുകൾ ഉപയോഗിക്കുന്നത് ഖുർആനാണെന്നും അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അൽ ഖയ്ദ ആയാലും അതല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റു പല ഐസിസ് അന്നില്ല, അൽ ഖയ്ദയാണ് അന്ന് പ്രധാനമായിട്ടുള്ളത്. അവരൊക്കെ ഇത് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ വളച്ചൊടിച്ചിട്ടാണ് ഈ ട്വിൻ ടവറൊക്കെ ഇടിച്ചിട്ടത് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് ലോകം എത്തിയത്. അതോടൊപ്പം തന്നെ ആ ഫൈറ്റിംഗ് ദ ടെറർ, വാർ ഓൺ ടെറർ എന്ന് പേരിട്ട് തന്നെയായിരുന്നു US ലോകം മുഴുവൻ പല മേഖലകളിലായിട്ട് ആക്രമണം നടത്തിയത്, നമ്മളുടെ ഒസാമ ബിൻ ലാദനെ ഹണ്ട് ഡൗൺ ചെയ്തതും നമ്മൾക്കറിയാം അത് എവിടം വരെ എത്തി എന്നുള്ളത്. അത് ഒരു ഘട്ടം ഒരു എന്താ പറയുക ഫസ്റ്റ് ഹാഫ് എന്നുള്ള രീതിയിൽ ഒരു ബാഹുബലി 1 ആയിട്ട് നിങ്ങൾക്ക് കാണാമെങ്കിൽ ബാഹുബലി 2 എന്ന് പറയുന്നിടത്ത് അവിടെ രംഗപ്രവേശം ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് അത് 2007 ശേഷം ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു സാധനമാണ്. അതാണ് ഈ സാധനം എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സംഭവം. ഇസ്ലാം എന്താണെന്നും അത് എത്രമാത്രം ദോഷമാണ് സമൂഹത്തിന് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ലോകത്തിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരേ ഒരു കൂട്ടം ആളുകൾ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർ പറയുന്നത് ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളായിട്ട് മുന്നോട്ട് വന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ് മുസ്ലിങ്ങളാണ്. 2007 അത് ഉദയം ചെയ്യുന്നത് തന്നെ, അതായത് 2005 ശേഷം എന്ന് പറയാം. അത് ഒറ്റപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ടും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് തുടങ്ങിയ സംഗതി UK US കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ട് UK കേന്ദ്രീകരിച്ച് നമ്മളുടെ മറിയ നമാസിയെ പോലെയൊക്കെയുള്ള ആളുകൾ എക്സ് മുസ്ലിം കൗൺസിലൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു വലിയൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം വരുന്നു. യൂറോപ്പിലെ പല രാജ്യങ്ങളിലുള്ള ആളുകൾ അതിനകത്തേക്ക് ചേർന്നുകൊണ്ട് ഒരു വലിയൊരു എക്സ് മുസ്ലിം കൗൺസിലായി മാറുന്നു. അങ്ങനെ UK വന്നതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും ഇപ്പോൾ നെതർലാൻഡ്സിലുണ്ടാകുന്നു, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലുണ്ടാകുന്നു. UK കഴിഞ്ഞ് യൂറോപ്പ് കഴിഞ്ഞ് അവസാനം US അത് വരുന്നു. എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയൊരു ടീമായിട്ട് തന്നെ അവർ വലിയ മികച്ച രീതിയിൽ കാര്യങ്ങൾ അവിടെ നടന്നു വരുന്നു. അങ്ങനെ വന്നതിന് ശേഷം നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വിക്കി ഇസ്ലാം എന്ന് പറയുന്ന വെബ്സൈറ്റ്, നമ്മൾ വിക്കിപീഡിയ എന്ന് പറയുന്ന സാധനം, അത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വിക്കി ഇസ്ലാം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് പോലും, പണ്ടത് ജൂതനാണെന്ന് പറഞ്ഞ് കളിയാക്കി നടന്നിരുന്ന ആളുകൾ ഇന്ന് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല. കാരണം എന്താണ്, ഇന്ന് വിക്കി ഇസ്ലാം മാനേജ് ചെയ്യുന്നത് അതിൻ്റെ കംപ്ലീറ്റ് റിവാമ്പിംഗ് നടത്തി അതിനുവേണ്ട എല്ലാ ബാക്ക്
ബാക്ക് എൻഡിലെ പണികളും എടുത്തുകൊണ്ട് അത് വളരെ കൃത്യമായിട്ടാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന സംഘടനയും അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ആളുകളുമാണ്. ആ രീതിയിലേക്ക് ഇവിടെ എക്സ് മുസ്ലിം സംഘടനയും ആളുകളും അവരുടെ മൂവ്മെൻറ്റും വളർന്നപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ചില ആളുകൾ വളച്ചൊടിക്കുന്നതല്ല, ഇത് ഇസ്ലാമിൻ്റെ തന്നെ പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദ്യം ഒഴിവാക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഖുർആനാണ് എന്ന് പറയുകയും അത് കത്തിച്ച് തന്നെയാണ് അതിനോടുള്ള പ്രതിഷേധം നിങ്ങൾ അറിയിക്കേണ്ടത് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയും ലോകമെമ്പാടും ഖുർആൻ കത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്ത്യയിലടക്കം ഖുർആൻ കത്തിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇനി ഇത് വ്യാപകമായിട്ട് ആളുകൾ ഖുർആൻ കൂട്ടിയിട്ട് കത്തിച്ച് ഇവിടെ തീ കായുന്ന അവസ്ഥയിലേക്കും കട്ടച്ചായ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഉന്നക്കായയും കൂട്ടി തിന്നുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. നോമ്പ് കാലത്തൊക്കെ ഖുർആൻ കൂട്ടിയിട്ട് അതിലായിരിക്കും ഇനി ഈ നമ്മളുടെ ഈ സമൂസയൊക്കെ പൊരിക്കാൻ പോണത് പോലും എന്നതാണ് ഇവിടുത്തെ അവസ്ഥ. കുറച്ചുകൂടിയും കഴിയുമ്പോൾ കാക്കാമാർ തന്നെ നല്ല അസൽ മൂരി ബിരിയാണി ഉണ്ടാക്കാനും അടുപ്പിൽ തീ നന്നായിട്ട് കത്താനും, സാധനം കത്തിക്കാൻ നല്ലതാണല്ലോ, ഖുർആൻ ഇസ്ലാമിന് നല്ലോണം കത്തിക്കുന്ന സാധനം ആയതുകൊണ്ട് കത്തിപ്പിടിക്കാൻ നല്ല സാധനം ആണ് എന്നുള്ള ഓൾറെഡി അങ്ങനെ ഒരു പേര് കേട്ട സാധനം ആയതുകൊണ്ട് മിക്കവാറും നല്ല കടുപ്പമുള്ള മൂരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ കാക്കാമാർ തന്നെ ഖുർആൻ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇനി ആവർത്തിക്കാൻ പോകുന്നു. യൂറോപ്പിൽ ആകമാനം എത്രയൊക്കെ ബാൻ ചെയ്തിട്ട്, ഞാൻ ഈ ഖുർആൻ കത്തിക്കുന്നത് ബാൻ ചെയ്യുന്നു എന്ന് പറയുന്നൊരു നിയമം ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇനിയാണ് ഖുർആൻ കത്തിക്കുന്നത് വർദ്ധിക്കാൻ പോകുന്നത്. കാരണം അതാണ് യൂറോപ്പിൻ്റെ ചരിത്രം. ഒരു സംഗതി ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഗതിയെ, പ്രതീകാത്മകമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയെ അത് തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡെമോക്രസിക്ക് വലിയ വില കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വർദ്ധിക്കാൻ പോകുന്ന സംഗതി ഖുർആൻ കൂട്ടിയിട്ട് കത്തിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. അത് അവിടെ വർദ്ധിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളുടെ ഈ സൽവാൻ എന്ന് പറയുന്ന സൽവാൻ മോമിക്ക എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഇറാഖിയാണ്. ഇദ്ദേഹം ഇപ്പോൾ നോർവേയിലും സ്വീഡനിലും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഇടയ്ക്ക് കൊലപ്പെടുത്തി എന്നൊക്കെയുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഇന്നും ജീവനോടെ ഉണ്ട്. അദ്ദേഹം ഇന്ത്യക്ക് പോലും ഒരു വാണിംഗ് കൊടുത്തൊരു ട്വീറ്റൊക്കെ ഇട്ട് വലിയ വിവാദമായതൊക്കെയാണ്. അതായത് BJP സർക്കാരിന് അവർ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നോക്കിക്കോ നിങ്ങളുടെ നാടും ഈ ഇസ്ലാമിസ്റ്റുകൾ കുളം തോണ്ടും എന്ന് പറയുന്നത്. അപ്പോൾ കുളം തോണ്ടും അതിൻ്റെ ഉദാഹരണം നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത ഞാൻ വെച്ചത്. അതുകൂടാതെ ഇനി അവരുടെ വിഷൻ ഡോക്യുമെൻറ്റിൽ എന്താണ് എഴുതി വെച്ചത് എന്നതും കൂടി ഇനി ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇന്നലെ ചെയ്ത ലൈവിൻ്റെ രണ്ടാമത്തെ പോർഷനാണ്, കട്ട് ചെയ്തിടുന്നതാണ്. സൗകര്യമുള്ള ആളുകൾക്ക് സൗകര്യം പോലെ മുറിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടി ഇടുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം എന്താണ് അവരുടെ മിഷൻ ഡോക്യുമെൻറ്റിൽ അവർ എഴുതി വെച്ചത്. അതിലൊക്കെ കൃത്യമാണ്. അതായത് ഇവിടുത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഖുർആൻ സ്ഥാപിക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതുതന്നെയാണ് ഇവരെ പോലുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കാക്കാമാർ വന്നിട്ട് ചോദിക്കും, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ ഹിന്ദുക്കളുടെ ഏതെങ്കിലും പുസ്തകം കത്തിക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്നാ പിടിച്ചോ. ഹിന്ദുക്കളുടെ പുസ്തകം എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മനുസ്മൃതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റി അവിടെ മോദി സ്ഥാപിക്കാൻ പോകുന്നത് മനുസ്മൃതിയാണെന്നാണല്ലോ നിങ്ങൾ പറയാറ്. ആ മനുസ്മൃതി തന്നെ ഇവിടെ കത്തിക്കുന്നത് ഇഷ്ടംപോലെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് ഒരു തവണയല്ല നടന്നിരിക്കുന്നത്, ഇത് എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ്. അതായത് മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ 1927 ഡിസംബർ 25 കത്തിച്ച് കാണിച്ച സാധനം, അത് എല്ലാ വർഷവും ഡിസംബർ 25 കത്തിച്ചുകൊണ്ട് ആളുകൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് ഓർത്തിട്ട് മതി കാക്കാമാർ വലിയ എടുത്താൽ പൊങ്ങാത്ത ഇതുപോലെയുള്ള വെല്ലുവിളിയൊക്കെ ആയിട്ട് വരുന്നത്. ഖുർആനും ഇവിടെ കത്തിക്കപ്പെടും. അത് ഇന്ത്യയിൽ ഏത് രീതിയിലാണത് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു ഘട്ടം എത്തുമ്പോൾ ഇതിനകത്തൊരു ടിപ്പിംഗ് പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിലായിരിക്കും ഖുർആൻ ഇവിടെ കത്തിക്കുന്നത് ഇവിടെ പബ്ലിക്കായിട്ട് നടക്കാൻ പോകുന്നത്. അതിലേക്ക് ആ സ്റ്റേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അധികം വൈകാതെ അതിവിടെ നടക്കും, പബ്ലിക്കായിട്ട് നടക്കും. കാക്കമാർ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ എത്താൻ പോകുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഖുർആൻ കത്തിക്കുന്നത് കണ്ടിങ്ങനെ അന്താളിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ ഒന്നും നടക്കാൻ കഴിയില്ല. അത് ഇവിടെ സംഭവിക്കാൻ പോകുന്നു, ഇന്ത്യയിലും നടക്കും. കാരണം ലോകം തിരിച്ചറിയാണ് ഇസ്ലാമാണ് ഡേഞ്ചർ, ഇസ്ലാമാണ് ഇവിടുത്തെ പേവിഷബാധ
ഏൽപ്പിക്കുന്ന സാധനം, ആ റാബിറ്റ് ഡോഗ് എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. അങ്ങനെ തന്നെ തിരിച്ചറിയുന്ന ഒരു ലോകം വരുമ്പോൾ ഇന്ത്യയും ആ ലോകത്തിൽ പെടും എന്ന് വരുന്നിടത്താണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫലൂഡാൻ അവിടെ സ്വീഡനിൽ കത്തിച്ചതായാലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും യു കെയിൽ മാത്രമല്ല US എല്ലാം അതുപോലെ സംഗതികൾ വരുമ്പോൾ ഇതിനോട് മുസ്ലിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവർ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഇഫ് ഖുറാൻ ഈസ് ബേൺഡ് ഇറ്റ് വുഡ് ബി ദ ബിഗിനിങ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിത്തിരിക്കുന്നത്. ഒരു മണ്ണാങ്കട്ട ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളും കൂടി ഇതുപോലെ ഖുർആൻ കത്തിക്കുന്ന ആളുകളായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. കത്തിക്കാതെ നിവൃത്തി ഉണ്ടാകില്ല എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. ഓൾറെഡി ചൈനയിലൊക്കെ അവരെന്താ ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ പള്ളികൾ ഓരോന്നോരോന്നായിട്ട് നിരത്തിയിട്ട് അവരുടെ മിനാരങ്ങൾ ഇസ്ലാമിൻ്റെ രൂപം മാറ്റിയിട്ട് അതിനെ സിനിഫിക്കേഷൻ നടത്തിക്കൊണ്ട് ചൈനീസ് വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞത്. ആ പള്ളിയൊന്നും കണ്ടു കഴിഞ്ഞാൽ അത് പള്ളിയാണോ, മിനാരം എവിടെ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പള്ളിയുടെ മിനാരത്തിൻ്റെ കാര്യം മാത്രമല്ല, ഖുർആനിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങളായാലും അറബി ഭാഷ പഠിപ്പിക്കുന്നത് പോലും അവിടെ വലിയ തോതിൽ കൺട്രോൾ ചെയ്യുന്നു, അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അറബി ഭാഷ പഠിക്കണ്ട എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു അറബി ഭാഷ ഡേഞ്ചർ തന്നെയാണ്. ഈ ഒരു ആംഗിൾ ഒരു മുസ്ലിം അറബി ഭാഷ പഠിക്കുന്നതും ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ അറബി ഭാഷ പഠിക്കുന്നതും വ്യത്യാസമുണ്ട് എന്നത് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സംസ്കൃതത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം സംസ്കൃതം എന്തോ ഒരു സേക്രഡ് ആയിട്ടുള്ള സാധനമാണ് എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ അറബി ഭാഷയ്ക്ക് അങ്ങനെ എന്തോ ഒരു സാങ്ക്ടിറ്റി ഉണ്ടെന്ന് ചിന്തിക്കുകയും, നമ്മൾ പണ്ട് പറഞ്ഞു ബംഗ്ലാദേശിൽ ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് പല ഭാഷയിലും എഴുതിയിട്ട് ആളുകൾ മൂത്രം ഒഴിക്കാതെ ഇരിക്കുന്നില്ല. അങ്ങനെ അവസാനം സഹി കെട്ടിട്ട് അവർ ഇന്ത ഇടത്തിൽ മൂത്രം ഒഴിക്ക മാട്ടേ എന്ന് അങ്ങനെ അറബിയിൽ അങ്ങോട്ട് എഴുതി വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു മനുഷ്യൻ അവിടെ ഒഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അവിടെ അറബിയിൽ അത് എഴുതി വെച്ചപ്പോൾ ഇവർ വിചാരിച്ചത് എന്തോ ഖുറാനിൽ എന്തോ സാധനമാണെന്ന്. ഇതാണ് കാക്കാമാരുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാങ്ക്ടിറ്റി ഭാഷയ്ക്ക് ഒരു കൊടുക്കുന്നൊരവസ്ഥ അത് മുസ്ലിങ്ങൾക്കുള്ളത് കൊണ്ട് അതിനെപ്പോലും പ്രോത്സാഹിപ്പിക്കാതെ അതിനെയും തടയാൻ തന്നെയാണ് ചൈന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. അത് നമ്മൾ ആലോചിക്കുക. എന്തായാലും ലോകത്ത് ഇനി നിലവിളി അത് ഇസ്ലാമിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് അത് സമാധാനമാണ് എന്ന് ഇതേപോലെ ആണയിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇസ്ലാം എന്താണെന്നുള്ളത് ഇതേപോലെ കത്തി കൊണ്ട് കുത്തി മലത്തി നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സമാധാനം നാട്ടുകാർക്ക് നല്ലോണം വിസിബിളായി കൊടുക്കുന്നുണ്ട്, വിസിബിളാക്കി കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് കാണാനും സാധിക്കുന്നുണ്ട്. എന്നോടത്ത് ഇസ്ലാം ഇതുപോലെ യഥാർത്ഥ സമാധാനമാണെന്നുള്ളത് ഇന്ന് ആളുകൾ തിരിച്ചറിയുകയാണ്. അത് ഇനി ഞാൻ അത് നീട്ടുന്നില്ല. ആ വിഷയം നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. തുടർന്ന് അതിൻ്റെ ഭാവിയിൽ വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു കുറച്ചും കൂടി കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ എളുപ്പമാവും. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഞാനതിൽ പറഞ്ഞു വെച്ചത്. ഇനി നമ്മളുടെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ബാബരി മസ്ജിദ് നമ്മളുടെ തുർക്കിയിൽ പണിതതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ബാബരി മസ്ജിദ് എങ്ങനെയാണ് തുർക്കി, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതായത് അവിടെ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു മ്യൂസിയം. ആ മ്യൂസിയം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. നമുക്കറിയാം തുർക്കി എന്ന് പറയുന്ന ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ബൈസാൻറ്റൈൻ എംപയറും അതൊക്കെ നിലനിന്നിരുന്നൊരു സ്ഥലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളി, ആ പള്ളി അതിൻ്റെ പേര് എന്താണ്, ചോറ ചർച്ച് എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് ആ സാധനം. ഇങ്ങനെ ഒരു സാധനത്തെ, ഈ ഒരു ക്രിസ്ത്യൻ പള്ളിയെ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ അതിനെ മുസ്ലിം പള്ളിയാക്കി മാറ്റിയിരിക്കുന്നു. ഇത് ക്രിസ്ത്യൻ പള്ളിയായിട്ട് ആരാധനയ്ക്ക് കൊടുത്തിരുന്ന ഒരു സാധനം ആയിരുന്നില്ല. ഇപ്പോൾ അത് നേരത്തെ ആയിരുന്നു. പിന്നീട് അതിനൊക്കെ ശേഷം നമ്മൾ അത്താതുർക്കിൻ്റെയൊക്കെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യുലറൈസേഷൻ ഒരു വലിയൊരു പ്രിൻസിപ്പിളായിട്ട് എടുത്തതുകൊണ്ട് തന്നെ പല സംഗതികൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഇടങ്ങളാക്കി, സെക്യുലർ ഇടങ്ങളാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പല ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് പഴയകാല നിർമ്മിതികൾ, അതിൽ പ്രധാനമായിട്ടും ഇത്തരം ക്രിസ്ത്യൻ പള്ളികൾ പലതും മ്യൂസിയങ്ങളായിട്ടാണ് അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ എർദുഗാൻ വന്ന് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തീവ്ര ഒരു വർഗീയ ചൊവ്വയുള്ള ഭരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പിടിച്ച് ഓരോന്നോരോന്നായിട്ട് മുസ്ലിം പള്ളികളാക്കി ആരാധനയ്ക്ക് തുറന്നു കൊടുക്കുന്ന അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, എന്തായിരുന്നു അത് മ്യൂസിയമായിട്ട് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് എന്ന്. ഇപ്പോൾ ഇതെല്ലാം മറച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിൻ്റെ സാധനങ്ങൾ മാത്രമാക്കി അതിനെ സ്ഥാപിച്ച് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടമാക്കി അതിനെ മാറ്റുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോറ ചർച്ച് അത് ഇങ്ങനെ ആക്കി മാറ്റുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനോട് എങ്ങനെയാണ് പ്രതികരണം? ഇതാണ് നമ്മളുടെ പ്രശ്നം. അവരിപ്പോൾ പള്ളി അമ്പലമാക്കുകയോ അമ്പലം പള്ളിയാക്കുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ.
നമുക്കെന്താ കാര്യം? ഇതാണ് ഇപ്പോൾ കാക്കമാർ നമ്മളോട് ചോദിക്കുക. നിങ്ങൾക്ക് ഇന്ത്യയിലെ കാര്യം നോക്കിയാൽ പോരെ എന്നാണ് അവർ ചോദിക്കുക. പക്ഷേ ഗാസയിലെ കാര്യം വരുമ്പോൾ അവരത് നോക്കൂട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പാടില്ല. അതാണ് അവരുടെ ഈ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിവെട്ട ഇരട്ടത്താപ്പാണ്. ഇരട്ടത്താപ്പെന്നും പറഞ്ഞാൽ പോരാ. എന്താണ് മുട്ടാത്താപ്പ് എന്നോ അങ്ങനെ വല്ലതും പറയേണ്ടി വരും. ഇതാണ് അവസ്ഥ. പിടിവിട്ട രീതിയിലാണ്. അപ്പോൾ ഇവിടെയും കാണുന്നത് നിങ്ങളെന്തിനാണ് അതൊക്കെ നോക്കുന്നത്? അത് ഒരു ഇസ്ലാമിക രാജ്യമല്ല. ഇസ്ലാമിക രാജ്യത്ത് നിയമം നടപ്പിലാക്കുമ്പോൾ അതങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് നിങ്ങളെന്തിനാണ് എതിർക്കുന്നത് എന്നാണ് ഇവർ ചോദിച്ചു വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്നു, ഇന്ത്യ ഇനി സപ്പോസ് ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായി കഴിഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കും? ഇതാണ് നമ്മൾ ചോദ്യം. അപ്പോൾ അവർ പറയും അതില്ല, അത് നമ്മളതിനെ എതിർക്കും, അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നോക്കും എന്ന് പറയും. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത് തുർക്കി എന്ന് പറയുന്നത് ഒരു സെക്യുലറായിട്ട് നിലനിൽക്കുന്ന ഒരു ഭരണഘടനയൊക്കെയുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ എലക്ട് ചെയ്ത് മുന്നോട്ട് വന്ന ആ ഒരു നാട്ടിലെ പ്രതിനിധിയായിട്ടുള്ള ആൾ ആ രാജ്യത്തെ ഒരു മത ഭരണത്തിലേക്കും ആ തിയോക്രസിയിലേക്കും പതിയെ പതിയെ തിരിച്ചു കൊണ്ടുപോകുന്ന, ആ മതത്തിന് ആധിപത്യം ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ ആധിപത്യം എന്ന് പറയുമ്പോൾ ഇതുപോലെ ചില എന്താണ് ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളിയാക്കുന്നതോ മ്യൂസിയങ്ങൾ എടുത്തു മാറ്റി അത് പള്ളിയാക്കുന്നതോ മാത്രമല്ല, അവരുടെ സാമ്പത്തിക രംഗത്ത് പോലും ശരിയ ബാങ്കിങ് അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവരികയും ഇൻട്രസ്റ്റ് റിബ എന്ന് പറയുന്നത് അത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ ചെറിയ തോതിൽ അതിനെ കുറച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടുത്തെ സാമ്പത്തിക രംഗം ഫൈനാൻഷ്യൽ അവിടുത്തെ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത് മൂക്ക് കുത്തിക്കൊണ്ടിരിക്കുന്നു എന്നും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഇൻഫ്ലേഷനൊക്കെ ആകാശത്തേക്ക് പോയി എത്തി നിൽക്കുന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ശരിയ സിസ്റ്റം, ഈ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നതോ ആധുനിക ലോകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സാധനമല്ല എന്നുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് തെളിയിച്ച് അത് പരാജയപ്പെട്ട് അത് തെളിവായിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് തുർക്കി എന്ന് പറയുന്നത്. അധികം വൈകാതെ അത് എല്ലാം തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോഴേക്കും ആ നാട്ടിലുള്ള ആളുകളും ആ നാടും എവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് നിങ്ങൾ ആലോചിക്കും. ഇന്ന് നമ്മളൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കാണുകയും ഒരിക്കലെങ്കിലും പോകണം എന്നൊക്കെ വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് തുർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നതിന് എത്രയും പെട്ടെന്ന് പോയിക്കോ, അധികം നാളുണ്ടാവില്ല എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ കപ്പഡോക്കിയ അങ്ങനെ കുറേ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കാണേണ്ട ആളുകളൊക്കെ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പള്ളിയുടെ വിഷയമോ അതിൻ്റെ മറ്റ് സംഗതികളിലേക്കോ പോകുന്നതിന് പകരം ഞാനിവിടെ എടുത്തുന്നയിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ വാർത്തയിൽ കണ്ട ഒരു വാചകം എന്നെ ഹഠാത് ആകർഷിച്ചു എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു സംഗതി വന്നപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇത് വലിയ തോതിൽ സന്തോഷമുണ്ടാക്കി എന്നുള്ളതാണ്. ബോത്ത് കൺവേർഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ചോറ ചർച്ചും രണ്ട് നമ്മളുടെ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന 2020 അങ്ങാണ്ട് മാറ്റിയിട്ടുള്ള മറ്റൊരു ചർച്ചും. ആ രണ്ട് ചർച്ചിനെ കുറിച്ചും ഇവിടെ പറയുമ്പോൾ അത് കൊണ്ടുവന്നത് അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വലിയ ഒരു സന്തോഷമുണ്ടാക്കിയ സാധനമാണെന്നാണ് പത്രത്തിലൊക്കെ എഴുതി നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. പള്ളി പണിയുക എന്ന് പറയുന്നത് കാക്കാമാരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്നതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിൻ്റെ വിജയമായിട്ടാണ് അവരത് കാണുക പോലും. അത് പത്രത്തിൽ കണ്ടു, അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹാഗിയ സോഫിയയുടെ വിഷയവും ഇതും ഒക്കെ വന്നപ്പോഴും അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഓപ്പണിംഗ്. ഇപ്പോൾ ഈ ചോറ ചർച്ചിൻ്റെ ഓപ്പണിങ്ങിന് പോലും എർദോഗാൻ ഓൺ മൺഡേ റിമോട്ട്ലി പ്രിസൈഡഡ് ഓവർ എ സെറിമണി മാർക്കിംഗ് ദ ഓപ്പണിംഗ് ഓഫ് ദ ചോറ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് റിമോട്ട്ലി ആണെങ്കിലും അതിന് നേതൃത്വം കൊടുത്തത്, അതിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടി നേതൃത്വം കൊടുത്തത് നമ്മളുടെ എർദോഗാൻ നേരിട്ടാണ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിലൂടെ വന്നത് നമ്മൾ അയോധ്യ ഇവിടെ തുറക്കുന്ന സമയത്തും മോദി അതിൻ്റെ ഒരു മുഖ്യ കാർമ്മികനായിട്ട് മുന്നിൽ വന്ന് നിന്നപ്പോൾ നമ്മളിവിടുത്തെ കാക്കമാരായിരുന്നു അതിന് ഏറ്റവും വലിയ തോതിൽ എതിർത്തിരുന്നത്. എന്തിനാ മോദി അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട്. ഒരു നാട്ടിലെ ഒരു പ്രധാന സംഭവമായിട്ടൊരു വിഷയത്തെ അവർ ഉയർത്തി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ അവിടുത്തെ പ്രസിഡന്റ് ഇവിടെ പങ്കെടുക്കുന്നു. ഇവിടെ റിമോട്ട്ലിയാണ് പങ്കെടുത്തത്. എന്നാൽ ഹാഗിയ സോഫിയയുടെ കാര്യത്തിൽ നേരിട്ട് തന്നെ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. എന്തായാലും അങ്ങനെ നേരിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും പങ്കെടുത്തുകൊണ്ട് താനാണ് അതിൻ്റെ ഓപ്പണിംഗ് അത് പ്രിസൈഡ് ചെയ്യേണ്ടത് എന്ന് വരുന്നിടത്താണ് ആ നാട്ടിലെ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു ചോയ്സ് അവിടെ ഉണ്ട് എന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മോദിയെ, ഞാനിത് ഇരട്ടത്താപ്പ് കൊണ്ട് നടക്കുന്ന ആളുകളോടാണ് പറയുന്നത്, പേഴ്സണലി എനിക്ക് മോദി ആ ചെയ്തതിനോട് എനിക്ക് വിയോജിപ്പാണ്. കാരണം അങ്ങനെയല്ല ഒരു പ്രധാനമന്ത്രി ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാർമ്മികത്വം കൊടുക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ചെയ്യുന്ന മൊല്ലാക്കയോ നിങ്ങളുടെ ഹിന്ദു മൊല്ലാക്കന്മാരാണ് അത് ചെയ്യേണ്ടത്.
പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് മോദി നേരിട്ടത് ചെയ്യുന്നത് അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എന്നിരുന്നാലും ഇവിടെ അതിനെ എതിർക്കുകയും എന്നിട്ട് എർദുഗാൻ ഇത് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഹാഗിയ സോഫിയ അതിങ്ങനെ പള്ളിയാക്കി മാറ്റിയപ്പോൾ സന്തോഷിച്ചവരാണ്. ഈ ചർച്ച് ഇപ്പോൾ ഒരു മ്യൂസിയം ആയിരുന്നിടത്തുനിന്ന് മാറ്റി അത് പള്ളിയാക്കിയപ്പോൾ വീണ്ടും നിങ്ങൾ സന്തോഷിക്കുന്നവരാണ്. ഇതിന് രണ്ടിനും മുഖ്യ കാർമ്മികത്വം കൊടുത്തത് അത് നമ്മളുടെ ഈ എർദുഗാൻ തന്നെയാണ് എന്നും വരുമ്പോൾ എർദുഗാൻ അത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തെറ്റ് കാണാനൊന്നും പറ്റുന്നില്ല. ആ കൺവേർഷനിൽ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ആ അവകാശം ഇവിടെയുള്ള ആളുകൾക്കും കൂടി ഒന്ന് വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ എന്താണ് തവിട് തിന്നുകയും ഓടക്കുഴൽ ഊതുകയും ചെയ്യുന്ന പരിപാടി ഒരുമിച്ച് ചെയ്യുന്നതിൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ തവിട് തിന്നുക, അതല്ലാന്നുണ്ടെങ്കിൽ കുഴൽ ഊതുക. അതല്ല, രണ്ടും കൂടി ചെയ്താൽ ശരിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ഒന്നൊന്നര ഇരട്ടത്താപ്പാണ് എന്നാണ് അതിലെ വിഷയം. ഇനി ഇങ്ങനെ ഒരു കൺവേർഷൻ നടന്നു, നമ്മൾ സമ്മതിക്കുന്നു. എന്താണ് അന്ന് അവിടെ ഉണ്ടായത്? അതൊരു മ്യൂസിയം ആയിരുന്നിടത്തു നിന്നും അത് മസ്ജിദാക്കി അതിനെ മാറ്റുമ്പോൾ ഈ ഹാഗിയ സോഫിയയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പീരീഡ് നിങ്ങൾക്ക് കാണാം. 330 CE to 1453 CE വരെയാണ് അതിൻ്റെ കാലഘട്ടം. ഈ ബൈസാൻറ്റൈൻ എംപയർ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നൊക്കെ പറയുന്ന സ്ഥലവും ഒക്കെ ഓർമ്മ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. എന്തായാലും അതിൻ്റെ നിർമ്മിതി ഇത് നിങ്ങൾക്ക് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതി. അത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നടത്തി നല്ല ഭംഗിയായിട്ടുള്ള ഒരു സംഗതി. പിന്നീട് നമ്മൾ കാണുന്നത് അതിന് ഇതേപോലെ അള്ളാഹ്, മുഹമ്മദ്, പിന്നെ അതുപോലെയുള്ള അശ്ലീല വാക്കുകളൊക്കെ കുത്തി നിറച്ച് അതിനെ അങ്ങ് വൃത്തികേടാക്കി എന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഹാഗിയ സോഫിയ അങ്ങനെ മുസ്ലിം പള്ളിയായി മാറ്റിയപ്പോൾ വലിയ തോതിൽ സന്തോഷം കൊള്ളുകയും അത് പിടിച്ചടക്കാൻ കഴിയാതെ അത് അടക്കി വെക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ അറിയാതെ ഈ ആർട്ടിക്കിളൊക്കെ ആയിട്ട് അത് അവരുടെ മുഖപത്രങ്ങളിലൊക്കെ എഴുതുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ അന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിനകത്തൊരു ആർട്ടിക്കിളൊക്കെ എഴുതുകയാണ്. അയാ സോഫിയയിലെ ജുമുഅ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞു വെക്കുന്നത് കുറേ നിർവൃതി ഉണ്ടാകുന്ന കുറേ സാധനങ്ങളും അതിൻ്റെ ആ ഒരു ചരിത്ര പ്രാധാന്യവും പിന്നെ അത് മുസ്ലിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ആ തിരിച്ച് പിടിച്ചതിലുള്ള ഒരു വലിയ സന്തോഷമൊക്കെ അവിടെ പങ്കുവെച്ചുകൊണ്ട് അവിടെ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വിവാദമായപ്പോൾ അത് വലിയ പ്രശ്നമായി, അത് ചർച്ചയായി. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അന്ന് വലിയ തോതിൽ അതിനെ എതിർത്തു. അതായത് ഇന്ത്യയിൽ ബാബറി മസ്ജിദിൻ്റെ വിഷയം വരുമ്പോൾ അത് ശരിയായില്ല എന്ന് പറയുകയും അത് ചെയ്തത് തെറ്റാണെന്ന് പറയുകയും എന്നിട്ട് അതേ ആളുകൾ തന്നെ ഈ തുർക്കിയിലെ ഈ വിഷയം വരുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യുന്ന കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരു പ്രശ്നം തോന്നുന്ന ആളുകൾക്ക് തോന്നുമല്ലോ, സ്വാഭാവികമായിട്ടും തോന്നും. അവരത് എടുത്തു പറഞ്ഞപ്പോൾ പിന്നെ അത് വലിയ പുലിവാലായി. അങ്ങനെ ലീഗ് പിന്നെ അതിനകത്തൊന്നും പ്രതികരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞതും അതുപോലെയുള്ള കുറേ സംഗതികളൊക്കെ അന്ന് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. ഇതാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ സംഗതി ഇതേ സ്റ്റേറ്റ്മെൻറ്റും ഇതേ വിഷയവും എടുത്തു വെച്ചുകൊണ്ട് പിണറായി വിജയൻ പണ്ട് ഇവരോട് നമ്മളുടെ മുസ്ലിം ലീഗിന് UDFന് ഒരു വേദിയിലിരുത്തി പൊരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നൊക്കെ നമ്മൾ വലിയ ഫാനായിരുന്നു നമ്മൾ പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബാബറി മസ്ജിദിനെ എതിർക്കുന്ന ആളുകളാണ്, ഇതൊക്കെ ശരിയാണ്, പക്ഷേ അത് പൊളിച്ചതിനെ നിങ്ങൾ എതിർക്കുന്നു, രാമക്ഷേത്രം വരുന്നതിനെ നിങ്ങൾ എതിർക്കുന്നു, ഒക്കെ ശരിയാണ്, പക്ഷേ ഈ ഹാഗിയ സോഫിയ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ എന്ന് ചോദിക്കുന്ന അതൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് അവരെ ഇരുത്തി ഒന്ന് പൊരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം എന്താണ്, അതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും അതിനെ വലിയ തോതിൽ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇവിടുത്തെ UDF, അതിലെ പ്രധാനപ്പെട്ട ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ വിഭാഗം ആളുകളും അതിലെ നേതാക്കളും. അപ്പോൾ മുസ്ലിം ലീഗിൽ അവരുടെ താത്വിക ആചാര്യന്മാർ അതല്ലെങ്കിൽ അവരുടെ ആത്മീയ ഗുരുക്കൾ എന്നൊക്കെ പറയാവുന്ന ഈ തങ്ങൾ കുടുംബം അവർ എടുത്തു വെച്ച നിലപാടാണ് നമ്മൾ കണ്ടത്. അതിനെ പ്രകീർത്തിക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ട് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുന്നത്. മുസ്ലിങ്ങളെ സത്യത്തിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനകത്ത് ഒരു നിലപാടെടുക്കേണ്ടത്, ഏത് രീതിയിലാണ് ആ വിഷയത്തിൽ ഒരു തീർപ്പ് കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് എന്ന ഒരു രീതിയിൽ അവരെ നയിക്കുവാൻ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ നിന്നും വരുന്ന ഒരു നേതാവിന് പോലും സാധിക്കുന്നില്ല. അതാണ് ഈ അവസ്ഥ. കാരണം ഇപ്പോൾ ഹാഗിയ സോഫിയയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് കോടതി വിധിയിലൂടെയൊക്കെ നേടിയെടുത്ത ആ ഒരു സംഗതിയെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് അവർ മുന്നിൽ വെച്ചുകൊണ്ട് അതിലൂടെ നേടിയെടുത്ത ഒരു സംഗതി ആയതുകൊണ്ട് അപ്പോൾ പിന്നെ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല, അതിനെ നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണം, അത് നിയമപരമായിട്ട് നമുക്ക് കിട്ടിയതാണ്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അത് വീണ്ടും ഫൈറ്റ് ചെയ്ത് നിങ്ങൾ തിരിച്ചെടുക്കും, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്നത് സമാനമായ അവകാശം നിയമപരമായി ഫൈറ്റ് ചെയ്ത് അത് നേടിയെടുക്കാനും അങ്ങനെയുള്ള രീതിയിലൂടെ അത് കൈക്കലാക്കാനും ഒക്കെയുള്ള അവകാശം എന്ത്
തന്നെയായാലും അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഉള്ളത്, അത് ഹിന്ദുക്കൾക്കും ഇല്ലേ. ഇവിടെ ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലം, ഇപ്പോൾ നമ്മളുടെ ഗ്യാൻവാപ്പി മസ്ജിദിൻ്റെ കാര്യം പറയുന്നത്, അതിൻ്റെയൊക്കെ അടിയിൽ അമ്പലങ്ങളുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ എമ്പാടും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കാക്കാമാർ ഇപ്പോഴും സമ്മതിക്കില്ല, അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അവരുടെയൊക്കെ അണ്ണാക്കിലേക്ക് ആണ് നമ്മുടെ KK മുഹമ്മദിനെ പോലെയൊക്കെയുള്ള ആർക്കിയോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ആ തെളിവുകൾ ഇവിടെ ഇട്ടിട്ടും അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അത് അവരിലേക്ക് എത്തിക്കാതെ ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ചരിത്രകാരന്മാരും മുസ്ലിങ്ങളെ പറ്റിച്ചതും അതിൻ്റെ അടിയിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ട് ഇത് മനഃപൂർവ്വം അങ്ങനെ ഇവർ പറയുന്നതാണ്, അതിൻ്റെ അടിയിലൊന്നുമില്ല, നിങ്ങളതുകൊണ്ട് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ് അവരെ പിരികേറ്റുന്ന ആളുകളായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷം പോലും മാറിയത് അങ്ങനെയാണ്. ഈ ബാബറി മസ്ജിദ് വിഷയം ഇത്രമാത്രം ഒരു കോലാഹലം ഉണ്ടാകുന്ന ഒരു വലിയൊരു ഒരു ഒരു വർഗീയ വിഷം അതിനകത്തേക്ക് കലർത്താൻ പാകത്തിനുള്ള വിഷയമാക്കി മാറ്റിയത് അത് ഇവിടുത്തെ BJP അല്ല, അത് ഇവിടുത്തെ ഇടതുപക്ഷ തന്നെയാണ്. അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ചരിത്രകാരന്മാരും കൂടിയാണ് എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇത് അഭിപ്രായപ്പെട്ടത് ഇതിൻ്റെ ആർക്കിയോളജിക്കൽ സർവേക്ക് നേതൃത്വം കൊടുത്ത് അതിലൊക്കെ വലിയ ഒരു ടീം അംഗമായിരുന്ന ഒരു പങ്ക് വഹിച്ചിട്ടുള്ള KK മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ കൂടിയാണ് അത് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതുണ്ട്, ഇതിനകത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, തെളിവുകളുണ്ട്, 50ഓളം ശിലകൾ കണ്ടെത്തുന്നു, അങ്ങനെ മറ്റു പല സാധനങ്ങളും അതിൻ്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയതിനെക്കുറിച്ചൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇപ്പോൾ ഇത് പറയണ്ട എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചത് ആരാണ്? അത് ഇവിടുത്തെ ഈ ചരിത്രകാരന്മാരാണ്. അതുകൊണ്ടാണ് ഈ വിഷയം പറയാതിരുന്നതുകൊണ്ടും അത് പറയുന്ന ആളുകൾ മുഴുവൻ വലതുപക്ഷമാണെന്ന് ചാപ്പയടിച്ചുകൊണ്ടും ഈ വിഷയത്തെ ഇവിടെ വലിയ തോതിൽ പ്രശ്നവൽക്കരിച്ചത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ഇനി എന്തു തന്നെയായാലും അവിടെ ഒരു കാര്യം, അത് ഇന്ന് ഇതിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, സംഘപരിവാർ കൂട്ടം ആളുകൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അന്നൊരു തെറ്റുപറ്റി, അത് പൊളിക്കേണ്ടതില്ലായിരുന്നു എന്നവർ പറയുന്നു. അതിന് പകരം അത് കോടതി വിധിയിലൂടെ അത് നേടിയെടുക്കുന്നതായിരുന്നു ശരി എന്ന് സമ്മതിക്കുന്ന നിലയിലേക്ക് അവരെത്തുന്നു. അതിനൊക്കെ അന്ന് വഴിവെച്ച അദ്വാനിയെ പോലെയുള്ള ആളുകൾ പോലും അതിനകത്ത് ഒരു റിമോഴ്സ് പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു സാധനവും ഈ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്കില്ല. എങ്ങനെ ഉണ്ടാകാനാണ്? കാരണം ഇസ്ലാം തന്നെ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് മുഹമ്മദ് നബി നേരിട്ട് ആ കഅബയ്ക്ക് അകത്ത് മക്ക വിജയത്തിൻ്റെ സമയത്ത് അതിനകത്തുണ്ടായിരുന്ന 360 വിഗ്രഹങ്ങൾ സ്വന്തം കൈകൊണ്ട് വടി കൊണ്ട് തല്ലി പൊളിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തട്ടിയിട്ട് എന്നിട്ട് ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു എല്ലാം പൊടിച്ചു കളയണം എന്ന് പറഞ്ഞ് ഉത്തരവ് വിട്ട ആളാണ് നമ്മൾ മുഹമ്മദ് നബി. അതായത് ഒരു ആരാധനാലയത്തെ മുസ്ലിം ആയ ഒരു വ്യക്തി, അതായത് മുഹമ്മദ് നബി തന്നെ നേരിട്ട് അതിനകത്ത് കയറി അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ആ ഒരു രീതി, മാതൃക, അതുപോലും നബി മാതൃകയായിട്ട് പ്രവാചക ചര്യയായിട്ട് ഇവിടെ ഉള്ളപ്പോൾ പള്ളി പൊളിച്ച് പിടിച്ചടക്കി അമ്പലം പിടിച്ചടക്കി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി പിടിച്ചടക്കി, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കി അത് ഇസ്ലാമികവൽക്കരിക്കുക എന്ന് പറയുന്നതിൽ മാതൃക അത് നബിയുടെ മാതൃക തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്തൊരു തെറ്റ് തോന്നാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞപ്പോൾ 2 രീതിയിലാണ് ഇതിനോട് ആളുകൾ പ്രതികരിച്ചത്. ഒന്ന്, ഇങ്ങനെ ചെയ്തിട്ടില്ല, മുഹമ്മദ് നബി ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടം ആളുകൾ. 2, ചെയ്തു, പക്ഷേ അത് ഇബ്രാഹിം നബി അവിടെ പണിത സാധനത്തിനകത്ത് വേറെ കുറേ ആളുകൾ അതിനകത്ത് കൊണ്ടുവച്ചതാണ്, അതുകൊണ്ടാണ് അത് പൊളിച്ച് കളഞ്ഞത്. അപ്പോഴും പൊളിച്ച് കളഞ്ഞത് ശരിയെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ശരിയെന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ്? അതായത് ഇവർ പറയുന്നത് ചരിത്രം കുഴിച്ച് പഴയതിൽ പോയി പകരം വീട്ടുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ആളുകളാണ് എന്ത് പറയുന്നത്, ഇബ്രാഹിം നബി കൊണ്ടുവച്ച കൊടുത്ത് വേറെ കുറേ ആളുകൾ കൊണ്ടുവച്ചപ്പോൾ അതാണ് മുഹമ്മദ് നബി എടുത്തു കളഞ്ഞത്, അതിൽ തെറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ചരിത്രം കുഴിച്ച് പോയി അതിനകത്ത് തിരുത്തലുകൾ വരുത്താൻ അവർക്കുള്ള അനുവാദം അത് പക്ഷേ ഇപ്പുറത്തില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഈ ഇരട്ടത്താപ്പിൻ്റെ അങ്ങേ അറ്റം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഇത് 2 ചെയ്യരുതെന്നാണ്. ഒരു സംഗതി അവിടെ ഉണ്ടെങ്കിൽ അതിനകത്തൊരു സ്റ്റോപ്പർ വെച്ച് മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് സാധിക്കാത്ത രീതിയിൽ ഇതിനകത്തേക്ക് കാര്യങ്ങൾ വഷളാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ആരാണ്? അവിടെയാണ് ഈ ഇസ്ലാമിൻ്റെ പങ്ക് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ബാബറി മസ്ജിദിൻ്റെ വിഷയം ഇത്രമാത്രം വഷളാക്കിയതിൽ വലിയ പങ്ക് ഈ കാക്കാമാർക്ക് തന്നെയാണ്. അതിന് വഴിവെച്ച അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ പിരികേറ്റി വിട്ട ഇടതുപക്ഷം കൂടിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കുറച്ചും കൂടിയും ഒരു അവധാനത നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വലിയ തോതിൽ ഭാവിയിലും നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ വയലൻസ്, ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ ഇപ്പോൾ പണിതത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് അയോധ്യ വിഷയം ഇവിടെ നിലനിന്നത് എന്ന്. എന്നാൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട വ്യക്തികൾ
ഇവിടുത്തെ സംഘപരിവാർ അവരെന്താ ഗ്യാൻവാപ്പി വിഷയത്തിൽ ചെയ്യുന്നത്, അവരെന്താണ് മറ്റ് ഓരോ പള്ളിയുടെ വിഷയത്തിൽ അമ്പലത്തിൻ്റെ വിഷയത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു, നിയമപരമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിയമപരമായിട്ട് നേടിയെടുത്ത സംഗതി ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു, അതിൽ ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു പരാതി പറയുന്നതിൽ കഴമ്പില്ല എന്ന് പറയുന്ന ആളുകളാകുമ്പോൾ നിയമപരമായിട്ട് ഗ്യാൻവാപ്പി പൊളിച്ച് അവിടെ അമ്പലം പണിയാൻ ഇസ്ലാമിൻ്റെ ആ പള്ളിക്ക് പകരം പള്ളിപ്പറമ്പിൽ ഇനി അവിടെ നമ്മളുടെ രാമനോ ലക്ഷ്മണനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയും നിയമപരമായതുകൊണ്ട് അംഗീകരിക്കാനുള്ള ബാധ്യത അത് മുസ്ലിങ്ങൾക്കുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല എന്ന് അവിടെ നടന്നാൽ ഇവിടെ നടന്നാൽ ഒരേപോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് നിങ്ങൾ കാണിക്കേണ്ട മാന്യത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു വശത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സംഘപരിവാറിനകത്ത് നിന്ന് തന്നെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്. ഈ പള്ളിയുടെ അകത്ത് കയറിയിട്ട് ശിവലിംഗം അതുപോലുള്ള സാധനങ്ങൾ തിരയുന്ന പരിപാടി അത് നമ്മൾ നിർത്തണം എന്ന് ഇവിടെ മോഹൻ ഭഗവത്തിനെ പോലെയുള്ള RSSൻ്റെ തന്നെ ആളുകൾ പറയുന്നു. അതിവിടെ നടക്കുകയാണ്. അപ്പോൾ എന്താണ് അതിന് നമുക്ക് മനസ്സിലാകുന്നത്? ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചയും ഒരു സമയം കളയുന്നതും നമ്മളുടെ എത്രമാത്രം എഫേർട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സും നമ്മളുടെ പല കാര്യങ്ങൾക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സംഗതികളെല്ലാം ഇതിനു വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു വെക്കുന്നതാണ്, ഇനിയുള്ള 2-3 പള്ളി കഴിഞ്ഞാൽ അത് അവിടെ നിർത്തണം. ഇനി അങ്ങനെ എല്ലാ പള്ളിയുടെ അടിയിൽ പോയിട്ട് അമ്പലം ഉണ്ടോയെന്ന് തപ്പി ആ പരിപാടിക്ക് നമ്മൾ നിൽക്കരുത് എന്ന് പറയുന്നൊരു നിലയിലേക്ക് അവർ തന്നെ എത്തുന്നു. ഇതാണ് നമ്മളെ കാക്കാമാർ കണ്ടുപഠിക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇവിടെ എർദുഗാൻ ചെയ്യുന്നത് എന്താണ്? അവിടെ ഓരോ മ്യൂസിയങ്ങളും ഓരോ ഇതുപോലെയുള്ള ക്രിസ്ത്യൻ പള്ളിയും ഇനി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് മുസ്ലിങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്ന് മാത്രമല്ല, അതിനെതിരെ വരുന്ന ശബ്ദങ്ങൾ മൈൻഡ് ചെയ്യുന്നുമില്ല. മുസ്ലിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന സംഗതികളാക്കി അതിനെ അവിടെ നിലനിർത്തുകയും ചെയ്യുന്നു. പറയുമ്പോൾ അവിടെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും കൂടിയാണെന്ന് ആലോചിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അത് ചെയ്യാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി ഇവിടെ ഉണ്ട്. എന്നിട്ടും അവർ ചെയ്യുന്നില്ല എന്ന് വരുന്നിടത്താണ് അവരുടെ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നും കൂടി കാക്കാമാരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാക്കാമാർ ഇതൊന്നും ഓർക്കാതെ എടുത്തു ചാടി ഇതുപോലുള്ള വിഷയങ്ങളിൽ വർഗീയതയും പൊക്കിപ്പിടിച്ച് തങ്ങളുടെ ഇരട്ടത്താപ്പും അവിടെ പൊക്കിക്കൊണ്ട് നടന്നു കഴിയുമ്പോൾ നിങ്ങളാണ് കൂടുതൽ സ്വയം എക്സ്പോസ്ഡ് ആകുന്നത്. നിങ്ങളുടെ ഇരട്ടത്താപ്പ് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെടും. അതുവഴി നിങ്ങൾ വലിയ കുഴപ്പത്തിൽ വന്ന് ചേരുകയും നിങ്ങളുടെ ആ തരം സംഗതികളോട് ഒത്തുചേർന്നുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഇവിടെ ഉണ്ടാകുമ്പോൾ ആ ന്യൂനപക്ഷ വർഗീയത അത് വർദ്ധിക്കുകയും അതിൻ്റെ ഒരു മറുപടി എന്നോണം ഭൂരിപക്ഷ വർഗീയത അതിവിടെ വല്ലാതെ ശക്തിപ്പെടും. ഫാർ റൈറ്റ് എക്സ്ട്രീമിസം എന്ന് പറയുന്നത് അതിവിടെ പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഇന്ത്യയിലും ഉണ്ടാകും എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ ഈ പേപ്പട്ടിയുടെ കാര്യം തന്നെയാണ്. ഇസ്ലാം എന്ന പേപ്പട്ടി എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു പ്രശ്നക്കാരൻ്റെ റോളിൽ നിൽക്കുന്നത് എന്ന്. ഇവിടെയൊന്നും ഹിന്ദുമതം വരുന്നില്ല, ഇവിടെയൊന്നും ക്രിസ്ത്യാനിറ്റി വരുന്നില്ല, ഇവിടെയൊന്നും ബുദ്ധമതം വരുന്നില്ല, ജൂതന്മാർ വരുന്നില്ല, ജൈനന്മാർ വരുന്നില്ല, വേറെ ആരും വരുന്നില്ല. വരുന്നത് മുഴുവൻ ഈ ഇസ്ലാം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇസ്ലാമിനെ നിരന്തരം ഇങ്ങനെ വിമർശിക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നത്. നമ്മളെ ചാനൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാം വിമർശനം അല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറയണമെന്നൊരു ചെറിയ ആഗ്രഹമൊക്കെ എനിക്കുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഇച്ചിരി റെസ്റ്റൊക്കെ എനിക്കും വേണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. എന്തായാലും പോട്ടെ. നാളെ 11 മണിക്ക് നമ്മുടെ ചാനലിൽ ഇൻഫിഡൽ നൂഡിൽ എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം ലേഡി അവർ നമ്മളുടെ ചാനൽ ജോയിൻ ചെയ്യുന്നുണ്ട്. 11 മണിക്ക് രാവിലെയാണ് ലൈവ്. അപ്പോൾ കഴിയുന്നത്ര ആളുകൾ ജോയിൻ ചെയ്യാൻ നമ്മളെ പരിപാടി വിജയിപ്പിക്കണം എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. അപ്പോൾ ഒന്നുമില്ല, നമ്മളുടെ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു വനിത അവരുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ആ സ്റ്റാബിങ് ഇൻസിഡൻസും അതോടൊപ്പം ഓസ്ട്രേലിയയിലുള്ള നോ ഗോ സോൺസ്, കാക്കാമാരുടെ ഞമ്മടെ ഏരിയ എന്ന് പറയുന്ന സംഗതി, അതിനെക്കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെല്ലാം നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അതൊക്കെ ചെയ്യുക. എന്തായാലും ഇത്രയും നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് വലിയ നന്ദി. ജോയിൻ ചെയ്ത എല്ലാ ആളുകൾക്കും ഒരു വലിയ നന്ദി. തൽക്കാലം ഇവിടെ പറയുന്നു. നാളെ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.